ഇന്നലത്തെ ദിവസത്തെ ഷോയ്ക്ക് ശേഷം ഇന്നത്തെ ദിവസത്തെ ഷോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കളിക്കണം. ഇത് ആരുമല്ല, ഞാനാണ്. ഇത് ആരെയും ഇമിറ്റേറ്റ് ചെയ്തതല്ല, ഞാൻ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ ഞാൻ തന്നെ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ കളിക്കളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് കാലിക്കറ്റ് ജംഗ്ഷൻ ആൻഡ് ഇന്ത്യൻ 2 സിനിമ കാണാനുള്ള 2 പേർക്കുള്ള കപ്പിൾ ടിക്കറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. ഇത്രയും സമ്മാനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും സമ്മാനങ്ങൾക്ക് വേണ്ടി വിളിച്ച് വിൻ ചെയ്യണം. ഇതിന് പുറമേ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ, പുറമേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം മാത്രമേ കിട്ടുള്ളൂ. അതാണ് ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ. 1 മാസത്തേക്ക് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഏകദേശം എത്താൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്ന് കയറുമ്പോൾ എൻ്റെ അടുത്ത് നിരഞ്ജൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, കാരണം നീ ഇന്നലെ പറഞ്ഞ കാരണം പലരും എന്നെ ആയിരിക്കും ഇങ്ങനെ പ്രാകുന്നുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ ആൾക്കാരെ ജയിപ്പിക്കോ തോപ്പിക്കോ എന്തുവേണം ചെയ്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആസനസ്ഥനായിരിക്കുമ്പോൾ തൊട്ട് പിന്നാലെ വരുന്നു ഒരു മുടിയനായ പുത്രൻ, നമ്മുടെ സച്ചു വന്നിട്ട് പറഞ്ഞു, നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് നീ ആരെയും ജയിക്കാണ്ട് സമ്മതിക്കാൻ പറ്റുമോ നോക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇന്ന് വിളിക്കുന്ന ആൾക്കാരിൽ ഞാൻ വിജയശതമാനം കുറക്കാൻ ശ്രമിക്കും, നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കണം. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജയിക്കും, എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ വിളിക്കുക. പല പരാജയങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ, പലപ്പോഴായിട്ട് പല രീതിയിൽ പലരുടെ കയ്യിൽ നിന്നും. പക്ഷെ എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ. മറ്റേ ഇതിനകത്ത് പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ജോബ്, ബട്ട് ഇത്രയും കഷ്ടപ്പാടുള്ളൊരു ജോലി. ഹലോ നമസ്കാരം, ആരാണ്? അങ്കിത. ഹായ് അങ്കിത, വിശേഷം എന്താണ്? നല്ല വിശേഷം. അഞ്ജിത അല്ലേ? അങ്കിത അങ്കിത എവിടെന്ന് പറഞ്ഞ അഞ്ജിതയാണെന്ന്. അങ്കിതയാണ്. അങ്കിത എവിടെയാ നാട്ടില്? ഞാൻ നാട്ടില് കോഴിക്കോടുകാരിയാണ്. അപ്പൊ കോഴിക്കോടുകാരിക്ക് ഒരു ഓഫർ കിട്ടിയിരിക്കുന്നത് A മുതൽ P വരെയുള്ള എല്ലാ അക്ഷരങ്ങളും കൂടി ഉണ്ട്. പക്ഷേ സച്ചു ഏട്ടൻ പറഞ്ഞ കണക്കിന് ജയിക്കുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജയിക്കാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കും. അക്ഷരം പറ. ശരിയിലൊരു ഘനം. സച്ചുവേട്ടാ ഇതാ വന്നു. സച്ചുവേട്ടാന്ന് വിളിക്കുമ്പോൾ പുള്ളി വിചാരിക്കും പുള്ളിക്ക് ഒരുപാട് വയസ്സുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, പുള്ളിക്ക് എന്നെക്കാളും ഭയങ്കര ഐറ്റും ഉണ്ട്. പുള്ളി എന്നെക്കാളും മുമ്പേ ഗൾഫിൽ വന്നാണ്. പിന്നെ പുള്ളി എന്നെക്കാളും മുമ്പേ ജനിച്ച, അതുകൊണ്ടാ പ്രായം കൂടുതൽ ഉണ്ടായിട്ടല്ല. ഓപ്പണാക്ക് ലാഗ് അടിക്കും പുള്ളി. കഥാപാത്രവും സിനിമയും. ഇന്നലെ ഇതിനകത്ത് നമ്മുടെ ഇതുണ്ടായിരുന്നു, എന്താന്ന്, കാലിക്കറ്റ് ജംഗ്ഷൻ. അപ്പൊ അത് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. കഥാപാത്രവും സിനിമയും. ഞാനൊരു സിനിമയിൽ ഉള്ള ഡയലോഗ് പറയും, അത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്ന് കണ്ടുപിടിക്കണം. ഏത് കഥാപാത്രമാണ്, ഏത് നടനാണെന്ന്. ഓക്കെ, സിനിമയിലുള്ള നടൻ ആരാണ് എന്ന് പറയണം. എൻ്റെ മകൾ, ടൈമർ ഇടും. എൻ്റെ മകൾ 10ാം ക്ലാസ് പാസ്സായി. നീയല്ലേടാ പറഞ്ഞത് കാക്ക മലന്ന് പറക്കുമെന്ന്. ഇവിടെ കാക്ക മലന്ന് പറക്കുന്നത് കാണുന്നില്ലല്ലോ. മമ്മൂട്ടി. അമരം. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ്. അടുത്ത ഡയലോഗ് പറയട്ടെ. ഇവൻ എന്നെ കള്ളു കുടിപ്പിച്ച് കിടത്തുന്ന മാതിരി ഉണ്ട്. ഇവനെന്താ കൂടോത്രം ചെയ്തതാണോ? ഇത്രയും വണ്ടി ഇതിനകത്തേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പോയിട്ടൊരു അര മേടിച്ചിട്ട് വാടാ. ഒന്നുകൂടി പറയോ? ഇവൻ എന്നെ കുടിപ്പിച്ച് കിടത്തും. ഇവൻ എന്താണ് ഇത്രയും വണ്ടികൾ ഇവിടെ വരാൻ വേണ്ടി? ഇവൻ ഇവിടെ കൂടോത്രം വല്ലതും ചെയ്തിട്ടുണ്ടോ? പോയിട്ട് ഒരു അര മേടിച്ചിട്ട് വാടാ. കുതിരവട്ടം പപ്പുവാണോ? സിനിമ ഏതാ? സിനിമ കൊച്ചല്ല, വലുതാ. ജയറാമിന്റെ സിനിമയല്ലേ? ആയിരിക്കും. ഏകദേശം ശരിയായി. ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നെന്ന് പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. വേം പറ, സമയം കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ, വീട്ടുകാര്യങ്ങൾ. ഓക്കെ, ജയിച്ചിട്ടുണ്ടേ ഞാൻ. ഹലോ അങ്കിത.
ജയിച്ചു കേട്ടാ. ജയിച്ചോ? സച്ചുവേട്ട ഫസ്റ്റ് കോളർ ജയിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാവില്ല. ആ ശരി, ശരി, കോട്ടെ, അങ്കിതയല്ലേ. അപ്പൊ ഏതാ സമ്മാനം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇന്ത്യൻ 2 ആയിരിക്കും. ഈ വിളിക്കുന്ന ആളിലും ചിലപ്പോൾ ഇന്ത്യൻ 2 കിട്ടാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കയ്യിലല്ല അത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്. അപ്പുറത്തിരിക്കുന്ന അവരുടെ കൈയും ശുദ്ധമാണ്. അതിനകത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് പറയാം, ആഹാ ഇന്ന ആളാണല്ലോ ജയിച്ചേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ സിനിമ, അതായത് കമലഹാസൻ നിറഞ്ഞാടാൻ പോകുന്ന സിനിമ അൽഹംറ സിനിമാസിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അൽഹംറ സിനിമാസ് ഷാർജയിലാണ്. അവിടെ പോയിട്ട് കാണാനുള്ള ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവും. 2 പേർക്കുള്ള ടിക്കറ്റ് ഉണ്ടാവും. അതായത് കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ് ആയിരിക്കും. അതും ഞാൻ 2 പേർക്ക് വരും. അതായത് ടോട്ടൽ 4 ടിക്കറ്റ്സ്. ഓക്കെ, അത് മറക്കണ്ട. അൽഹംറ സിനിമ ഷാർജ. ഈ അൽഹംറ സിനിമ പഴയ അൽഹംറ സിനിമയല്ല, പുതിയ അൽഹംറ സിനിമയാണ്. അതായത് മൊത്തത്തിൽ ഭയങ്കര മാറ്റമുള്ള, അതായത് ഇന്ത്യൻ 2 ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അൽഹംറ സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ മാനേജ്മെന്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അൽഹംറ സിനിമ എന്ന് പറയുമ്പോൾ പണ്ടെപ്പോഴെങ്കിലും കണ്ട ഒരു ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെയല്ല, സിനിമ മാറി. അൽഹംറ സിനിമയുടെ രൂപവും ഭാവവും എല്ലാം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 2 അവിടെ വെച്ച് നമുക്ക് കാണാം. നമ്മളും ഉണ്ടാവും. ഏതെങ്കിലും ഒരു 1-2 ഷോസിൻ്റെ ടൈമിലൊക്കെ നമ്മളും ഉണ്ടാവുന്നതായിരിക്കും. ടൈം, ഡേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ പിന്നീട് അറിയിക്കുന്നത്. വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ് ഇന്ത്യൻ 2. ഹലോ ഹലോ, ആരാ? ഞാൻ വീണ്ടും വന്നു. ഏതാ അക്ഷരം? ഞാൻ മാറ്റി പിടിക്കും. ഏതാ? ഇന്ന് ജി ആക്കി. ഇന്നലെ എച്ചല്ലേ എടുത്തിന്? ഇന്നലെ ഡി എടുത്താണ്. എന്നും ഡി ആണ് എടുക്കാറ്, മാറ്റി പിടിക്കും വിചാരിച്ചിട്ട്. ഡിയും എല്ലൊക്കെ വരാറ്. നോക്കി ജി. ഇന്ന് നേരത്തെ വിളിച്ചോണ്ട് നേരത്തെ സ്റ്റാർ കോമ്പിനേഷൻ മോനെ, സ്റ്റാർ കോംബോ. സ്റ്റാർ കോംബോ നേരാതിരിമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അപ്പോ സ്റ്റാർ കോംബോ ഞാൻ തരാൻ പോകുന്നത് എളുപ്പമുള്ളത് ആരെ കുറെ നാളെ ജയിച്ചിട്ട്. സിമ്പിൾ സംഭവമാണ്. 10 സിനിമ. 10 സിനിമ. 10 സിനിമയുടെ പേര് പറയണം. 10 സിനിമയുടെ പേര് പറയാം. 10 വേണ്ട. ഞാൻ സച്ചുവേട്ടന് വേണ്ടിയിട്ട്, സച്ചുവേട്ടൻ തോപ്പിക്കണം എന്നാ പറഞ്ഞത്. എന്നാലും ഞാൻ സച്ചുവേട്ടന് വേണ്ടിയിട്ടല്ലാണ്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാനത് 8 ആക്കി കുറച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? 8 സിനിമയുടെ പേര് പറഞ്ഞാൽ മതിയാ? അത് ഏതാണെന്ന് പറഞ്ഞുതരാം. കോമ്പിനേഷൻ വേണ്ട. അപ്പോ ശരിയാ. ടൈം സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് വേണം പറയാൻ. ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ശ്രീനിവാസൻ, നെടുമുടി വേണു, അവർ 2 പേരുള്ള 8 സിനിമ പറഞ്ഞു. ശ്രീനിവാസനും നെടുമുടി വേണു. തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പം പിടിച്ച് പുറത്താക്കും ഞാൻ. ചിത്രം പാസഞ്ചറോ? പാസഞ്ചറിൽ നെടുമുടി വേണു ഉണ്ട്. ടംബോ തെറ്റിക്കല്ലേ. പിന്നെ ഹിസൈന സദുള്ള. ഓക്കെ. പിന്നെ അക്കരെ ഒരുപാട് അക്കരെ. 4. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മിഥുനം. ഓക്കെ, 5. പിന്നെ ചിത്രം 2-4 ദിവസം പറഞ്ഞോളൂടെ. ചിത്രം 2-4 ദിവസം പറഞ്ഞാലോന്ന് പറയാം. പുറത്തു പോകാൻ വേണ്ടി പറയാം. തേന്മാവൻ കൊമ്പത്തില് ഇല്ല. തേന്മാവൻ കൊമ്പത്ത് 6 ഇല്ലാന്ന് സ്വയം. അതില് അപ്പക്കാള. പിന്നെ ഒരു മറുപത്തൂർ കനവ് 7. ഇത് നിരഞ്ജനോട് ഞാൻ 10 പറഞ്ഞ. പിന്നെ കിട്ടല്ലേ? എളുപ്പല്ലേ കിട്ടല്. പണ്ടത്തെ പാടങ്ങളുണ്ട്. കാലാപാനിയിലുണ്ട്. അല്ലല്ല, കാലാപാനിയല്ല, ഈ കള്ളപ്പന്നിയോ? ചന്ദ്രലേഖ ഉണ്ട്. ചന്ദ്രലേഖയില് ഉണ്ടല്ലോ, 2 പേരുണ്ട്. ഉണ്ട്. രണ്ടെണ്ണം കൂടി പറയിക്കണമായിരുന്നു. ഇത് നിരഞ്ജൻ ചെയ്തായിരുന്നു. ഇപ്പൊ 2ാമത്തെ കോളറും കൂടി ജയിച്ചില്ലേ? സെക്കൻഡ് കോളർ ഓൾസോ വിൻ. ഹലോ, ജയിച്ചു. പൊക്കൂടെ എന്നാലെങ്കിലും 5 2 കൂടി പറയണോ? കൂടി പറയാം. പ്രജാപതി. ഭയങ്കര അഹങ്കാരം തന്നെ അല്ലേ? വല്ലപ്പോഴും ജയിക്കുള്ളൂ. അപ്പൊ ഒന്ന് അഹങ്കരിച്ചൂടെ? പോയിക്കോ. ഞാൻ എന്ത് ചെയ്യാന് നോക്കട്ടെ. സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കട്ടെ. ആ ടിൻന്നുള്ള ഡാൻസ് കളിച്ചോണ്ടാ കിട്ടാ ഞാൻ. ഹലോ, ആരാ? അമൻ. ഹായ് അമൻ, ഹൗ ആർ യു? ഫൈൻ, ഹൗ ആർ യു? ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് മാറി പിടിക്കാം. എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. എന്റെ അമ്മേ, എവിടെ? സ്കൂളില്. ഏത് സ്കൂളില്? അവർ ഓൺ ഇന്ത്യൻ. അപ്പൊ നമുക്കൊരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാലോ. തത്തേനെ കൊണ്ട് കത്തടിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. അത് പറ, എന്തായാലും എടുക്ക്.
എ എടുത്തോ. ഏ എ എ ഏ ഏത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 12-ല്. 12ാം ക്ലാസ്സിൽ സ്കൂൾ അടച്ചില്ലേ? സ്കൂൾ അടച്ചിട്ടില്ല. ഈ വല്യ പാട്ട് പാടാൻ അറിയോ? ഇല്ല, അറിയൂല. പാടിയേ പറ്റൂ. എന്താക്ഷരിയാണ്? ശരിയാണോ? ആ, ഒരു പാട്ട് പാടുന്നു, അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങോട്ട് തരുന്നു, ഞാൻ അതുപോലെ അങ്ങോട്ട് തരും. സമയം കഴിയുമ്പോ ആരുടെ കയ്യിലാണോ അയാൾ ഔട്ടാവും. മദറിന് കൊടുത്താ മതിയോ? പാട്ട് അത്ര ഇതില്ല. മദർ പാട്ടുകാരിയാ? മദർ അത്യാവശ്യം പാടും. കൊടുക്കൂ. കൊടുക്കാലോ. എനിക്ക് ആരെയും പേടിയില്ലല്ലോ. കൊടുക്കൂ. അമ്മയുടെ പേരെന്താ? മദറേ. ഹലോ. ഹായ് മദർ, എന്താ പേര്? റസൂൽബിയ. ഏ റസൂൽബിയ. അയ്യോ, എന്താ പേര്? റസൂൽബിയ. ഞാൻ സൗകര്യത്തിന് സുൽഫി എന്ന്, സുർബിയ അല്ലേ? റസൂൽ വിളിച്ചാൽ മതി. റജീത്താന്ന് വിളിക്കാം. റജീത്താന്ന് വിളിച്ചൂടെ? ഓക്കെ ഓക്കെ ഓക്കെ. റജീന്ന് വിളിക്കണോ? വേണ്ട വേണ്ട, ഇത്താന്ന് വിളിക്കാലോ. എന്താണ് വിളിച്ചോ? ആ, +2 പഠിക്കുന്ന കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ എന്നെക്കാൾ മൂത്ത ഉറപ്പ്, ഒരു സംശയമില്ല കാര്യത്തിൽ. എനിക്ക് അത്രയൊന്നും വയസ്സില്ല. ഞാൻ 15 വയസ്സ് കല്യാണം കഴിച്ചതാ. എന്നാ പറയൂ റെജി, പിന്നെ നമുക്ക് പാട്ട് തുടങ്ങാം. ഒന്ന് തുടങ്ങുക. റെജിയാണ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങണ്ടേ? ആ. ഇന്ന് തീരം തേരും തിരിയുടെ മാറൽ. അക്ഷരം പറയും. മാ. അങ്ങനെ പറഞ്ഞു തരണം, എന്നാലേ ഇതാവുള്ളൂ കേട്ടാ. ഓക്കെ. ഈ ടൈമർ ഇനി ഞാൻ അവിടെ വന്നിട്ട് ഇടേണ്ടി വരുമോ? ഇട്ടു. മാ. മാനസേശ്വരി മാപ്പു തരൂ. പെട്ടെന്നായിക്കോട്ടെ. താമര കുമ്പിളല്ലോ മമ ഹൃദയം. ഹായോ. ഹരിമുരളി. എന്നെ കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നതിന് അവാർഡ് തരണം. ഹരിമുരളീരവം ഹരിത ഹ. ഇന്ന് നല്ല ലാക്ക. ഇന്ന് നല്ല ലാക്ക. എന്ന് അയ്യോ, മലയാളം തമിഴാന്ന് തോന്നുന്നല്ലേ? ആ, മലയാളം വേണം. റോസാപ്പൂ കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ മെത്തിൻ ചുരളി ഗായകൻ. ഗന്ധരാജൻ വായോ. വെണ്ണീല ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ വാ. കുരുവി ഇനപ്പൂങ്കുരുവി കരൾ നിറയെ നിൻ പാട്ടിൻ തേനരുവി. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി. എന്താണ്? തായോ തായോ തായോ. തത്തക 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 തത്തകളെത്തി തത്തും കല്യാണം. കട്ടുറുമ്പിന് കല്യാണം. കട്ടുറുമ്പിന് കല്യാണം. ടൈം ഔട്ട്. രണ്ടും ഒരേ സമയത്താണ് ടൈം ഔട്ട് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവരെ ജയിച്ചതായി പ്രഖ്യാപിച്ചത് കൊണ്ട് നിങ്ങളെയും ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ തല ഈ എന്താണ് ഗതികെട്ടവ മൊട്ടയടിച്ചപ്പോൾ തല കല്ലുമഴ എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയായിപ്പോയി. ആരെയും ജയിപ്പിക്കൂല എന്ന് പറഞ്ഞിട്ട് വന്നു നോക്കുമ്പോൾ സകല ആളും ജയിച്ചിട്ട് ഇന്ന് 3 കോള് വന്ന് 3 ഓപ്പൺ ആക്കി 3 ആളും ജയിച്ചിട്ട് പോയി. ഇതെന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിക്കണത്. എന്നിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയല്ല. എന്നിട്ട് എന്താണ് എനിക്കിങ്ങനെ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് ആ സച്ചുവിനെ കണി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെയാവുള്ളൂ. ഇന്നലെ നിരഞ്ജനായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. സച്ചുവേട്ടൻ വന്ന് പറഞ്ഞു, സംഭവം അടപടലും പൊളിഞ്ഞ്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെയാവുള്ളൂ. 0423824991. ഇനി ജയിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചു. ഇനിയിപ്പോൾ ഞാൻ ലൂസ് പിടിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുക എന്തായാലും. ഇനിയിപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ജയിക്കുന്ന ആൾ അങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാരെല്ലാം ഇന്ന് ജയിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടാം. പക്ഷെ എന്നാലും ഈ 3 ആളും എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം നോക്കി, ഞങ്ങൾ
ആദ്യം വന്നതും ടഫായിരുന്നു, രണ്ടാമത് ഭയങ്കര ടഫായിരുന്നു. അതായത് അനൂപിന് എങ്ങനെയും സിനിമ കിട്ടാണ്ടിരിക്കേണ്ടതാണ്. അനൂപ് അത് 9 എണ്ണം പറഞ്ഞു, 8 എണ്ണം പറയാൻ പറ്റും, ഞാൻ 10 എണ്ണം പറയാൻ പറഞ്ഞു. പക്ഷെ നിരഞ്ജൻ അപ്പോൾ കയറി ഇടപെട്ടിട്ട് എന്നോട് പറഞ്ഞു 8 അവിടുന്ന് കൈ ഉണ്ടാക്കി 8 എന്ന് പറഞ്ഞു. പിന്നെ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നിരഞ്ജനും ഉണ്ടല്ലോ വീട്ടിലെ ആൾക്കാർ, അപ്പോൾ ഇനി നിരഞ്ജൻ്റെ ഒരു ശാപം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്തു. ഇങ്ങനെയുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 4മത്തത് ഇത്. ഹലോ, പേടിയാവുന്നു ഇപ്പോൾ. ആരാ? ഓ, ഈ കുട്ടിയെ തോപ്പിച്ചു എന്നുള്ള പരാതിയായിരിക്കും ഇനിയിപ്പോ. ഈ കുട്ടിയെ ജയിപ്പിക്കണ്ടേ? നൈനിക എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. മോളെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അമ്മണ്ട്. അമ്മയുടെ പേരെന്താ? പൊന്നു. പൊന്നു. പൊന്നുവോ? അത് അച്ഛൻ വിളിക്കുന്നല്ലേ? അല്ല, ശരിക്കും പേര് പറ. ശരിക്കും പൊന്നുവാ. ശരിക്കും പൊന്നു. ആ മോളും പൊന്നുമ്മയെന്ന് വിളിക്കോ? ആണോ? എന്നാ ഒരക്ഷരം മോള് പറ. ഞാൻ അമ്മ വിളിക്കുക. അതെന്താ പൊന്നമ്മന്ന് വിളിച്ചാല്? ആണോ? അച്ഛൻ വിളിക്കുന്ന പൊന്നമ്മന്ന്? എല്ലാരും അമ്മേനെ പൊന്നുന്നാ വിളിക്കുക. എല്ലാരും അമ്മേനെ പൊന്നുന്നാ വിളിക്കുക. എന്നാ പിന്നെ ഒരു അക്ഷരം പറഞ്ഞ നമുക്ക് നോക്കാലോ. ഇനി കുട്ടീനെ തോപ്പിച്ചിട്ടുണ്ട്, ആൾക്കാർ പറയും കുട്ടികളെ തോപ്പിച്ചെന്ന്. ഈശ്വര, ടഫുള്ളത് വരല്ലേ. മോളെ ഇതൊരു പാട്ടുമാലയാണ്, അപ്പൊ അമ്മ മത്സരിക്കാൻ പറയോ ഒന്ന്? മോള് പാടുവോ? എനിക്കത്ര അറിയില്ല. എന്നാ അമ്മ കൊടുക്കും. രക്ഷപ്പെട്ട്. കുട്ടികളെ തോപ്പിച്ചു എന്നുള്ള പരാതി എനിക്ക് വേണ്ടല്ലോ. ഹലോ ഹലോ, അമ്മയാണോ? അമ്മമ്മയാ. അമ്മമ്മയോ? അമ്മമ്മയുടെ പേരെന്താ? ജയലക്ഷ്മി. ജയലക്ഷ്മി, നല്ല അടിപൊളി പേരാണല്ലോ. എന്നിട്ട് എന്താ മോക്ക് നിങ്ങൾ പൊന്നു എന്ന് പേരിട്ട്? വലുതാകുമ്പോ പൊന്നു അമ്മമ്മ എന്ന് വിളിക്കണ്ടേ? ആൾക്കാരൊക്കെ വിളിക്കുമ്പോ ഇത് നൈനികേന്റെ കൊച്ചുമോളൊക്കെ ആകുന്നത്, കൊച്ചുമോള് പൊന്നു അമ്മമ്മയെന്ന് വിളിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിഷമമായിരിക്കും. കുഴപ്പമില്ല. ഇനിയിപ്പോ സങ്കടപ്പെട്ട് കാര്യമില്ല, ഗസറ്റിൽ കൊടുത്ത് പേരൊക്കെ മാറ്റണം, അതിനൊന്നും നിൽക്കണ്ട, പൊന്നു തന്നെ കിടക്കട്ടെ. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന പാട്ടുമാല, അപ്പൊ അമ്മമ്മ പാടണം. പാട്ട് പാടണം. അല്ല, ഞാനൊരു വാക്ക് തരും, ആ വാക്ക് ഇടയിലോ അവസാനം എവിടെയെങ്കിലും വരുന്ന രീതിയിൽ ഒരു പാട്ട് പാടണം. അപ്പൊ ഞാൻ അമ്മമ്മ പാടുന്നതിൽ, അമ്മമ്മയുടെ പേര് ജയലക്ഷ്മി അല്ലേ? അപ്പൊ ജയലക്ഷ്മി അമ്മ പാടുന്നതിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് ഞാൻ വീണ്ടും തരും. അപ്പൊ ആ വാക്ക് എവിടെയെങ്കിലും വരുന്ന പോലെ അങ്ങനെ 7 പാട്ടുകൾ പാടണം നമുക്ക് പാടി നോക്കാം. ഇന്ന് എല്ലാരും ജയിച്ചിട്ടേ ഉള്ളൂ, ഇന്ന് എനിക്ക് മോശം ദിവസം. ഇപ്പൊ ട്രൈ ചെയ്യാം. സിന്ദൂരം. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോകുന്നീ. പോരു നീ. അപ്പൊ കുയിൽ. കുയിൽ കുയിൽ. കുയിലിനെ തേടി കുതിച്ചു പായും മാരാ പട്ടുകുപ്പായക്കാരാ. അല്ലെ? നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. കിന്നാരം. ഞാനിങ്ങനെ പാടിയിട്ട് വരികളിലേക്ക് എത്തിക്കും, എന്റെ ഒരു ട്രിക്സാ. പറ കിന്നാരം. മുത്തുച്ചിപ്പി പോലൊരു കിന്നാരം. എന്റെ ദൈവമേ, മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. മുത്ത്. 3 4മത്തെ മുത്ത്. മുത്തേ 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 നിനക്കെന്നും ഉറങ്ങിയില്ല ഒരു ചിപ്പിയാണ് ഈ അമ്മ. അപ്പൊ ചിപ്പി. ചിപ്പിക്കുള്ളിൽ. അവിടുന്ന് വേറെ ആള് പ്രോമിറ്റ് ചെയ്യുന്നുണ്ട്. പാട്. ഈ ചിപ്പി പാടിയല്ലേ? ചിപ്പിക്കുള്ളിന്ന് പുറത്തു വരട്ടെ. ഈ പാട്ട് പാടിയിട്ടുണ്ടോ നിരഞ്ജേട്ടാ? ചിപ്പി ചിപ്പിക്കുള്ളിൽ പാടിയിട്ടില്ലല്ലോ. പാടാം പാടാം, അത് തന്നെയാണ്, കറക്റ്റാണ്. പക്ഷെ കറക്റ്റായിട്ട് പാടണം. അറിയുന്നില്ല. രക്ഷപ്പെട്ടിയാൻ ഒരാളെയും തോപ്പിച്ച്. അവിടെ എല്ലാരും ഉണ്ടല്ലേ വീട്ടില്? ചിപ്പിക്കുള്ളിൽ. എന്തായാലും സമയം കഴിയും. ചിപ്പിക്കുള്ളിൽ വന്നൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരം. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ശരിയാക്കാം. നിങ്ങൾ എല്ലാരും ഫാമിലി ആയിട്ട് എല്ലാരും ഇരുന്നിട്ട് എന്നെ ആക്രമിക്കാനായിട്ട് വന്നല്ലേ?
അമ്മമ്മ, അമ്മ, മോള്. മോളെ ഭർത്താവൂല്ലേ? മോളെ ഭർത്താവില്ല. ആ, രക്ഷപ്പെട്ടു. ഒരാളെണ്ണം കുറഞ്ഞല്ലോ. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പുള്ളിയും തുടങ്ങും ചിലപ്പോ. ഹലോ, അടുത്ത ആളിലേക്ക് പോവാം. ഒരാളെ സച്ചു, നിന്റെ പ്രാർത്ഥന പോലെ ഒരാള് കേട്ടോ. ഹലോ, നമസ്കാരം. ആരാ? ആ, ഹെന്ന. ഒരു അക്ഷരം പറയാ ഹെന്ന. ഇന്ന് തോൽവിയുടെ ദിവസമാണ് എന്റെ. എം. എം. ഓപ്ഷൻ എം. ഇന്ന് സച്ചുവേട്ടനാണ് ഈ മാസ്മരിക ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2-1 ആണ്. 2-1 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറിൽ. എന്താണ് 2-1? നമ്മൾ റിവേഴ്സ് ഗിയറിൽ പോകും. നമ്മൾ 32 എന്ന് പറയുമ്പോൾ 31, 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും. അതെ, ഞാൻ മലയാളത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മലയാളത്തിൽ പറയണം. പക്ഷെ പിന്നിലോട്ട് പോണം. റെഡി? പെട്ടെന്ന് പറയണേ. ആയിക്കോട്ടെ. ഈശ്വര കാത്തോണേ. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. 98. 97. അങ്ങനെ വേണം പറയാൻ. 98. 97. 91. 90. 90. 89. 81. 80. 81. 80. ഓ, വീണ് തടഞ്ഞ് വീണേനിപ്പം. 22. 21. 20. 20. 19. 91. 90. 91. 90. 33. 32. 30. 29. 21. 20. 21. 20. 10. 9. 3. 2. 2. 1. 63. 63. 63. 63. 62. 60. 59. 67. ഞാൻ എന്നെ തന്നെ തെറ്റിക്കുന്നു. 67. 66. 65. 64. 69. 68. 65. 64. 61. 60. 93. 92. 90. 90. 90. 80. 90 പറഞ്ഞിട്ട് 90 എന്ന് പറഞ്ഞു. പ്ലീസ് ഒന്നുമില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്നാ ഓക്കെ. ഓക്കെ. 2. രണ്ടുപേര്. ഹലോ. നിങ്ങൾക്ക് ചിരിയും കളിയും. ഞാനിവിടെ രണ്ടാളെയല്ലേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷനിൽ നിൽക്കുക. നമ്മളൊരു ഒരാളിങ്ങനെ ഒരു പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കായിരുന്നേ. ശശിയേട്ടനല്ലേ? ആ, അറിയുന്ന ആളെ കിട്ടിയിട്ട് വേണം പറയാൻ ചോദിച്ചിരിക്കായിരുന്നു. ഒരാൾ പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് അയാൾ ഇങ്ങനെ 68 68 68 എന്നിങ്ങനെ ഉണ്ട്. അപ്പൊ ഒരാളിങ്ങനെ നടന്നു വന്നിട്ട് ചോദിച്ചു, ഇയാൾക്ക് എന്താണ്, ഇയാൾ ഈ ഇപ്പൊ സമയം 68 അങ്ങനെ ഒരു സംഭവമില്ല, ഇയാൾ എന്ത് ചെയ്യാ 68 എണ്ണുന്നതെന്ന് ചോദിച്ചു. ഇയാൾ മറ്റേ ചോദിച്ചു, ഈ എണ്ണുന്ന ആളോടെ ഈ വന്ന ആള് ചോദിച്ചു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വന്ന് ചോദിച്ച ആളുണ്ടല്ലോ, ഇയാള് പിടിച്ച് ഈ പാലത്തിന്റെ താഴെ കിട്ടും പുഴയില്. എന്നിട്ട് ഇയാൾ എണ്ണാൻ തുടങ്ങി 69 69 69. ഞാനിത് കേട്ടിട്ട് ചിരിങ്ങളും ചിരിച്ചോ. ഏതാ അക്ഷരം പറ. ഒരു കോമഡി പറഞ്ഞ ഏറ്റവും പോലില്ല അടപടലം പാളി. പറ, അക്ഷരം പറ. ഈ. ഓക്കെ. ഞാൻ നിങ്ങൾ ഇത് മലയാളത്തിൽ ഈ പറയണമെന്ന് വിചാരിച്ചു. ഇത് ഇംഗ്ലീഷിലും ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഈ ഉണ്ട്, ഓ ഉണ്ട്, ഇതൊക്കെ ഈ മലയാളത്തിലും ഉണ്ടല്ലോ. മധുരം ഇന്ന് മാറിയിട്ടില്ല ആ സാധനം. സച്ചു, എനിക്ക് ലിവഷം വെക്കും സച്ചു. ഇത് മധുരം മലയാളം. ഇയാള് വന്നിട്ട് ഈ അല്ലേ പറയുള്ളൂ. മധുരം മലയാളം തന്നെ എങ്ങനെ പോപ്പിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. സച്ചു, ടൈമർ കൂട്ടിയിട്ടോ. സ്റ്റാർട്ട് ചെയ്യാ. റെഡി? ടൈം സ്റ്റാർട്ട് നൗ. ചേട്ടാ, ഒന്ന് സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിച്ച ഒരു ഭാഗത്തായി. അങ്ങനെ പറയല്ലേ, നിങ്ങള് കേക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങള് പിന്നെ എന്താണ്, നിങ്ങൾ ഈ പുതിയ മൊബൈലൊക്കെ മേടിച്ചാ? ഇല്ല, അതൊക്കെ പണ്ടത്തെ മൊബൈൽ എന്താ യൂസ് ചെയ്യണ? പുതിയ മൊബൈൽ ഇറങ്ങിയില്ലേ, ആപ്പിളിന്റെ അല്ലേ? നമ്മള് പഴയ ആളല്ലേ. പഴയ ആളായാൽ പുതിയ നമ്മളെന്താ പുതിയ ആളാ? എന്നാ ഒന്ന് പുതിയ വാങ്ങിക്കാം. പുതിയ വാങ്ങിക്കാം. ഇപ്പൊ പണ്ടത്തെ മൊബൈലും കൊണ്ടാണോ യൂസ് ചെയ്യുന്നത്? അതെ. ഇല്ല, പഴയതാന്നാ പറഞ്ഞല്ലോ. മൊബൈലൊന്നും ഉപയോഗിച്ചിട്ടില്ല പുള്ളി. ആഗ്രഹണ്യനാന്ന്, കിട്ടൂല.
അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. നമ്മൾ കച്ചായി എന്നെല്ലാം പറയില്ലേ, നമ്മൾ ഈ പുഴയിൽ പിടിക്കുന്ന കച്ചായി എന്ന് പറയുന്നത് മീനിനെ കിട്ടാൻ വലിയ പാടെ. കിട്ടിയാലും മീനിനെ പിടിക്കാൻ പോക്കുണ്ട് നിങ്ങള്? പണ്ട് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര കൊല്ലം മുമ്പ്? ഗൾഫിൽ വരുന്നതിന് മുമ്പാ? ഗൾഫിൽ വന്നിട്ട് പിന്നെ മീൻ പിടിക്കാൻ പോയിട്ടില്ലേ? ഇല്ല. ഒരു ടൈം പാസിന് അങ്ങനെ പോകൂല? പോണുണ്ടായിരുന്നു. പോണ്ടേ, നമ്മള് ഗൾഫുകാരനെ വെച്ചിട്ട് നമുക്ക് എന്താ മീൻ പിടിച്ചൂടെ? സമയം കിട്ടാറില്ലെന്ന്. എന്താ സമയത്തിന് ഇത്ര പ്രശ്നം നിങ്ങൾക്ക്? നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ വേറെ പണി? ശരിക്കും ഗൾഫുകാർക്ക് നാട്ടിൽ പോയാൽ എന്താ പണി? ബൈക്ക് എടുത്തിട്ട് അല്ലെ കാർ എടുത്തിട്ട് എല്ലാ കുടുംബക്കാരെയും പോയിട്ട് നമ്മളിതാ വന്നിട്ടുണ്ട്, കയ്യിലുള്ള ബ്രേസ്ലെറ്റും മാലയെല്ലാം ഒന്ന് കാണിച്ച് കുറച്ച് പൊങ്കളാന്നൊക്കെ അടിച്ച്. ആ പരിപാടി എനിക്കില്ല. അല്ല, അതല്ലേ ഉള്ളൂ. ശരിക്കും വേറെന്താ പണിയുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞ എന്താണ്? ആ വാവിങ്കിൽ ബസ് സ്റ്റോപ്പ് അല്ലെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിന്റെ കോലായ്മയിൽ ഇങ്ങനെ ഇരിക്കണം, കുറെ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണം, കുറെ ആള് വരും, എപ്പാ വന്നിനി എപ്പാ പോകുന്നു, ഇത് കേൾക്കണം, തിരിച്ചു വീട്ടു പോകണം അല്ലേ? അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. ടിക്കറ്റ് എടുക്കുന്ന നമ്മള്, ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമ്മള്, അവര് പറയുന്നത് ഇത് തന്നെ അല്ലേ? നിങ്ങൾ ടിക്കറ്റ് എടുത്താ? എപ്പോ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്താ? ഇല്ല. അതെന്താണ് ഇത്? ടിക്കറ്റ് ഭയങ്കര പൈസയല്ലേ? ഇല്ല, ഇപ്പൊ കുറവാണ്. നോക്കി എടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇയാളെ കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചേച്ചു പോയി. ഒന്നും സാരമില്ല, പൊയ്ക്കോ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ജയിച്ചു. 3-4-2-1-0. അല്ല, അത് ടി വിയിൽ നോക്കണ്ട, 10 സെക്കൻഡ് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് അല്ലാണ്ട് തന്നെ നോക്കിട്ട് പറയാം, സമയം നോക്കി. ഓക്കെ, ശരി ചേട്ടാ, താങ്ക് യു, നന്ദി. എനിക്ക് മലയാളത്തിൽ പറയട്ടാ, എനിക്ക് തോന്നുന്നു അത്ര ഇഷ്ടമാകുന്നില്ല. ഹലോ, ആരാ? ഇന്നും തോപ്പിക്കാൻ വന്നേക്കാണ് ഈശ്വര. ഹലോ, അക്ഷരം ഏതാ? പറ. സി. തമ്പ്രാനെ സി ഒന്ന് ഓപ്പൺ ആക്കി തരുമോ? സി. എനിക്ക് അയ്യോ, സി എന്താ നോക്ക്, നിങ്ങൾ തന്നെ നോക്കിട്ട് പറയാൻ പറയില്ല. കാലിക്കറ്റ് ജംഗ്ഷൻ ഡയറക്റ്റ് വിന്നർ, നിങ്ങൾക്ക് സമ്മാനം കിട്ടി ഓൾറെഡി. ഇതിപ്പോ അത് തുല്യം തന്നെയല്ലേ? വിളിക്കുന്നു, ജയിക്കുന്നു, പോകുന്നു. എന്താണ് ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ജയിച്ചു. അങ്ങനെ ഇന്ന് സച്ചുവാട്ടന്റെ കാര്യം നടക്കൂലെന്ന് തോന്നുന്നു. എന്തായാലും വിളിച്ചതിൽ സന്തോഷം, ഒരുപാട് സന്തോഷമായിരിക്കും. ഞാൻ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ അങ്ങനെ വേണം പറയാം, അങ്ങനെയും പറയാലോ. നമ്മൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശകൾ നിങ്ങളെ ആരെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ആവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഇത്. അതുകൊണ്ട് തന്നെ അടുത്ത ആളെയും കൂടി എടുത്തോട്ടെ. ഹലോ, ആരാ? എന്റെ പേര് സുഹിത്ത്. ഓക്കെ, സുഹിത്ത് എവിടുന്നാ? ഞാനിപ്പോ ദുബായ് ദേരയിൽ നിൽക്കാണോ? റൂമിലല്ലേ? ഇതിപ്പോ റൂമിൽ കയറി. വെരി ഗുഡ്. ടിവിന്റെ വോയിസ് ഇവര് കുറക്കാത്തതുകൊണ്ട് ഞാൻ പുറത്തു പോയി നിന്നാ. അയ്യോടാ, സുഹിത്തല്ലേ? എവിടെ? നാട്ടിലെവിടെയാ? കണ്ണൂര് എവിടെ? മട്ടന്നൂര്. എയർപോർട്ടിന്റെ തൊട്ടടുത്താ? എയർപോർട്ടിന് വണ്ടി ഒരേ പോസ്റ്റ് ബോക്സ് നമ്പറാ. ഞാൻ പണ്ട് ഈ മൂർക്കമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ അടുത്തല്ലേ? മൂർക്കമ്പറമ്പിൽ നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിച്ച സ്ഥലാ. ഈ മൂർക്കമ്പറമ്പിന്റെ താഴെ ഒരു പെൺകുട്ടീനെ പെണ്ണ് കാണാൻ വന്നു ഞാൻ പണ്ട്. കിട്ടൂല, നമ്മളെ നാട്ടുകാർ എല്ലാരും നോക്കിട്ടേ കല്യാണം കഴിപ്പിച്ചിടൂ. അക്ഷരം പറ. പറയണ്ടായിരുന്നു. അക്ഷരം പറ. അക്ഷരം എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ അവര് വേണ്ടെന്ന് വെച്ചല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചാ. അതെയാ? അക്ഷരം പറ. ടിയോ? പി. ടി ഒന്നും ഇതിലില്ല. ഞാൻ വിചാരിച്ചു പി. അടുക്ക് പി. മൂർക്കമ്പറമ്പിലുള്ള പെണ്ണ് വീട് അടപടലം പൊളിഞ്ഞ് ഇന്നൊന്നും നടക്കുന്നില്ല. നിങ്ങൾ മൂർക്കമ്പറമ്പിൽ പെണ്ണിനെ നോക്കിയിട്ട് കാര്യമില്ല, അത് മൂർഖനെ പോലെ കയറി കൊത്തു. അന്താക്ഷരിയാണ്. നീ പാട്ട്. പാട്ടാ? ഏത് പാട്ടാ പാണ്ട്? ഇഷ്ടമുള്ള പാട്ട് പാടാ. അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങോട്ട് തരും, അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് പാടും. അങ്ങനെ നമ്മൾ രണ്ടുപേരും പാടിയിട്ട് അവസാനം ടൈമർ തീരുമ്പോ ആരെടുത്താണോ അയാൾ തോക്കും. ഓക്കെ, പാട്. ഇഷ്ടമുള്ള പാട്ട് ഞാൻ ഇപ്പൊ പാടാൻ പോവാണേ. തേങ്ങ ഉടക്ക് സ്വാമി. അപ്പൊ ഇതാ തുടങ്ങുവാണ്. തുടങ്ങി. അണിയം അണിയം പണ്ടൊരു പൊയ്കേല സിനിമാ പാട്ട് പാടണോ? അല്ല മലയാളി സിനിമാ പാട്ട് മുതൽ അസ്തമയം വരെ സമയുകയായിരുന്നു. ഇത് ഏത് സിനിമയിലെ പാട്ട്? പഴയ സിനിമയാ. എന്റെ മോനെ.
ഏതാ പാടി ഏതാ അക്ഷരം ഏതാ? ഉർവശി ചമയുകയായിരുന്നു. ആ ചമയുകയായിരുന്നു. അന്ന് അക്ഷരം പറഞ്ഞാ ചാ. ആ ചക്കിക്കൊത്തൊരു ചങ്കരൻ അടുത്ത വരി. ചക്കുണ്ടോ വിത്തും കൈക്കോട്ടും കൈക്കോട്ടും കാ. കണ്ണേ കലൈമാനേ. മലയാളം ഓൺലി മലയാളം ഓൺലി. മലയാളം ആ പിന്നെ കണ്ണുനീരിലും ചിരിക്കാനറിയാം കഥനം. ബാക്കി പഠിക്കോ? മറക്കാൻ കഴിഞ്ഞാൽ. ഓക്കെ അക്ഷരം പറഞ്ഞു തരണം ഇങ്ങോട്ട്, എന്നാലേ ജയിക്കുള്ളൂ. കാക്ക തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കാ. കാത്തിരുന്നു കാത്തിരുന്നു കാലമേറെ പോയി നേരം. അതിന്റെ ബാക്കി എനിക്ക് വരി നിങ്ങൾ കൂട്ടിക്കോ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു എന്നാണ്. ആ പുഴമെലിഞ്ഞു. അത് വരി അക്ഷരം പറയൂ വേഗം. ആ പുഴന്റെ പൂ. പാ. ആ പഞ്ചതന്ത്രം കഥയിലേ കാ. സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിച്ചു. മതി 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 മതി. ജയിച്ച് ജയിച്ച് ജയിച്ച്. നിങ്ങളോ ഞാനോ? സുയിത്തേ ഞാൻ ജയിച്ച്. അതെയാ? ഞാനപ്പോ ജയിക്കുവാ. നാളെ ഇല്ല, തിങ്കളാഴ്ച വിളിക്ക്. ശരിയെന്നാ. എന്റെ ദൈവമേ, കാറ്റും മഴയും കഴിഞ്ഞു പോയ പോലെയുണ്ട്. പുള്ളിയുടെ പാട്ടും പിന്നെ എന്റെ പാട്ടും. പ്രേക്ഷകരെ സമ്മതിക്കണം. എനിക്ക് അവാർഡ് കിട്ടും ഇങ്ങനെയാണ്. ഹലോ ഹലോ ആരാ? സ്മൃതി. സ്മൃതിയാണ്. സ്മൃതിയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം സ്മൃതി? such a beautiful evening. എന്ത് ചെയ്യുന്നു ശ്രുതി? എന്ത് ചെയ്യുന്നു? എവിടെ? എന്തില്? ഹോസ്പിറ്റലില്. ഈ നമ്മളെ നാട്ടില് ഈ പൂവാലന്മാരൊക്കെ ഇങ്ങനെയല്ലേ സംസാരിക്കുക? ഇങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ്സിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോ സുധേ എന്താ വിശേഷം എന്നൊക്കെ പറയാല്ലേ? ഓ പുളക്കം കൊള്ളുന്നുണ്ടല്ലേ അത് ഓർക്കുമ്പോ. പണ്ട് കോളേജിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാനൊക്കെ കുറെ ഇരുന്നിട്ടുണ്ട്. ആരും നോക്കില്ല. അക്ഷരം പറയും. ഒരു കാര്യമില്ല, അക്ഷരം പറയാ. ജയ ആയിക്കോട്ടെ. ഹസ്ബൻഡിന്റെ പേരെന്താ? ജയേഷ് എന്നാ? സജീഷ് ലവ് ചെയ്ത് കല്യാണം കഴിച്ചാണോ ശ്രുതിയെ? പിന്നാലെ നടന്നിട്ടല്ലേ ആ മണ്ടി പെണ്ണ് എന്നൊക്കെ പറഞ്ഞു. ആക്കാപ്പ എന്നുള്ളതാണ്. അപ്പൊ ആക്കാപ്പയിൽ ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ആ കാപ്പ എന്നുള്ള 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലും അവസാനം ആദ്യവും വരാതെ സംസാരിക്കണം. അത്രേ ഉള്ളൂ. എവിടെ വരാൻ പാടില്ല, ആ അക്ഷരം വരാനേ പാടില്ല. അത്രേ ഉള്ളൂ. വരുവാണെങ്കിൽ ഔട്ടായി പോകും. അത്രേ ഉള്ളൂ. ടൈം സ്റ്റാർട്ട് ചെയ്യല്ല. അത് ഏത് അക്ഷരം എടുക്കുന്നതെന്ന് പറയണം ആദ്യം. കാ അല്ലേ? അപ്പൊ കാ എന്ന് പറയുമ്പോ കാക്കാ കൂക്കു കിർക്കം ഖ വരെ വരാൻ പാടില്ല. ഇക്ക പോലും വരരുത്. ഓക്കെ റെഡി? ടൈം സ്റ്റാർട്ട് നൗ. ശ്രുതി നാട്ടിലെവിടെയാ? സ്മൃതി. സ്മൃതി നാട്ടിലെവിടെയാ? എറണാകുളം. അയ്യോ കൊച്ചി എന്ന് പറഞ്ഞാലും പോവായിരുന്നു. മധ്യഭാഗത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. മദ്യം അല്ലെങ്കിൽ ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കെ ഉണ്ട്. എങ്ങനെയും കിട്ടൂല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ കാ എടുക്കരുത്, നമ്മൾ പാ എടുക്കണം. എന്തായാലും കുഴപ്പമില്ല. വിളിച്ചതിൽ സന്തോഷം സ്മൃതി. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഞാൻ ഇടയ്ക്ക് സീരിയസ് ആവാം. ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് മാത്രം വന്നാണ്. ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് ഈ എല്ലാ മാസവും ഓരോ മാസത്തിലും ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് നടക്കുന്നുണ്ടാവുക. 5 പാട്ടുകാരിയായിരിക്കും. അതായത് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, നന്നായി പാട്ട് പാടുന്ന നല്ല ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള 5 കുട്ടികൾക്കായിരിക്കും, അല്ലെ 5 വലിയ ആൾക്കാർക്കായിരിക്കും. വീട്ടമ്മ ആയിക്കോട്ടെ. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. അതായത് അവർ ഒരു പാട്ടുകാരൻ തന്നെ ആയിരിക്കണം. അവർ നന്നായി പാടുമെങ്കിൽ അവർക്കും മത്സരിക്കാം.
അവരൊരു സംഗീതം അഭ്യസിച്ച് പഠിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുകാർ തന്നെ ആയിരിക്കണമെന്നില്ല. അവർ നമ്മൾക്ക് ജന്മന കിട്ടുന്ന ഒരു കഴിവുണ്ടാവുമല്ലോ പാട്ട് പാടാനുള്ള, അങ്ങനെയുള്ള കഴിവ് പ്രകാരവും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ ഇത് അയച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെ ചിലപ്പോൾ ഈ പ്രാവശ്യം എടുക്കില്ലായിരിക്കാം, അടുത്ത തവണയും നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അയച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ എപ്പോഴൊക്കെ പാട്ട് പാടാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ആ കഴിവ് നിങ്ങൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലും പലതും ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് ട്രൈ ചെയ്യുന്നില്ല? ഓരോ പ്രാവശ്യവും നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു സെലിബ്രിറ്റി സിംഗർ കൂടി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെയും കൂടി പാടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നിതം കൺസൾട്ടൻസിയാണ്. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്ന് കാണണം. അങ്ങനെ എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മീൻസ് എനിക്ക് ആ പരിപാടിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഒരു പ്രാവശ്യം കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് 800-825-825 വിളിച്ചിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് കോളർ. ഹലോ. വീണ്ടും പഴയ പോലെ. ഹലോ. അതെ, ആരാ? പ്രവീൺ. റെഡി. അക്ഷരം ഏതാ? കഴിഞ്ഞില്ലേ? എല്ല്. ആ ഓക്കെ, എനിക്ക് കേട്ടില്ല. പ്രവീൺ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? ഞാന് എഞ്ചിനീയറാ. എന്തിന്റെ? മെക്കാനിക്കൽ ആണോ സിവിൽ ആണോ? സിവിൽ. സിവിൽ. ഇത് ഇന്നലെ വിളിച്ചിട്ട് പാട്ടിന്റെ പാടിയിട്ട് ജയിച്ച ആളാണോ? ഇന്നലെ ജയിച്ച ആളാണോ? ഇന്നും അതേ സാധനം തന്നെ വന്നിരിക്കുന്നു. എന്നാ പാട്. ആ സമയം തെറ്റും ഇന്ന് കിട്ടിയ ഞാൻ ജയിപ്പിക്കൂലേ? ആ പാട്. ഹലോ. ആ പാട്. അന്താക്ഷരി. ചേച്ചില്ലേ? അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. കുറച്ച് ഡിലേ ആയിട്ടിട്ട് വിളക്കുകൾ വാ. സച്ചു എന്റെ കുറച്ച് ഡിലേ ഒരു പൊടിക്ക് എന്നാലുണ്ടല്ലോ തീരത്ത് കണ്ണാടി നോക്കും നേരത്ത് നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം താ മതി. റിസ്ക് എടുക്കണ്ട. താമരക്കണ്ണൻ ഉറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. ഉണ്ണി വാവാവോ. എൻ്റെ മോനെ ഉറക്കുന്നു. പൊന്നുണ്ണി വാവാവോ. അപ്പൊ അവൻ എണീറ്റ് ഓടും. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. ആടിവാക്കാറ്റ് ആടിവാക്കാറ്റ് ആയിരം പൂക്കൾ ആയിരം പൂ. എന്താണ്? നായോ? വായോ? ആയിരം പൂക്കൾ വെണ്ണിലവേ അത് തമിഴാണല്ലേ? തമിഴ്. പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ സാ. പിന്നിലെ ഗന്ധർവ പാടണ്ട മതി മതി. നേരത്തെ സമയം കഴിഞ്ഞു. ഇന്ന് തോറ്റ് സമയം കഴിഞ്ഞു. ഇന്ന് തോറ്റ്. സമയം കഴിഞ്ഞില്ലല്ലോ. അവിടെ കഴിയുമല്ല. നമ്മൾ KDN കമ്പനി എന്ന് കേട്ടിട്ടില്ലേ? KDN കമ്പനിക്ക് കണ്ണപ്പൻ ചേട്ടനും ദാസപ്പൻ ചേട്ടനും എത്ര മണിക്ക് 5 മണിയാവുന്നോ അപ്പോഴേ ഇവിടെ 5 മണിയാവുള്ളൂ. അത് നമ്മളെ ഫേസ്ബുക്കിലെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആ ടൈം കഴിയുമ്പോഴും ഇപ്പം പാടുന്നുണ്ടാവും. അവിടെ TV ശ്രദ്ധിച്ചു നോക്കും, മനസ്സിലാവും കേട്ടോ. ടൈം ചെറിയ വ്യത്യാസം ഉണ്ടാവും. അവിടെ TV മ്യൂട്ട് ചെയ്തോണ്ട്. ഹലോ നമസ്കാരം. ആരാണ്? നമസ്കാരം, അനീഷ. ഹായ് അനീഷ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അനീഷ ചേച്ചിയാണോ? അല്ലല്ലോ, അനീഷ ചേച്ചിയാ. അനീഷ ചേച്ചിയാണ്. എവിടെയാണ് നാട്ടില്? പത്തനംതിട്ടയിൽ എവിടെയാ? റാന്നി, കോന്നി, മാരാമൺ, കോഴഞ്ചേരി. ആ കോഴഞ്ചേരി കേട്ടിട്ടുണ്ട്. പത്തനംതിട്ടയില് നമ്മള് ആനക്കൂട് അവിടെയല്ലേ? നിങ്ങൾക്ക് അവിടെയല്ലേ? അത് കോന്നിയാ. കോന്നിയില് ആനക്കൂട് അടുത്തല്ലേ? അപ്പോ
ആ അടുത്ത പോയിട്ടുണ്ടോ? ആനക്കൂട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്താ പോണ്ടേ? കഷ്ടായി പോയി. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ പോണോട്ടെ. ഏതാ അക്ഷരം എടുക്കുന്നേ? സമയം കഴിയും. എന്തുവാ ഇപ്പോഴത്തെ ചോദ്യം? അക്ഷരം എടുക്കണം. നമ്മളിപ്പോ ബി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, ഐ ഉണ്ട്, കെ ഉണ്ട്, ഓ ഉണ്ട്. സ്ക്വയറിൽ ഇങ്ങനെ നമ്പർ വരുമായിരിക്കും. ഇല്ലല്ല, അക്ഷരം ഇപ്പൊ നമ്മൾ അനീഷ ചേച്ചി ഇതിനകത്ത് ഒരു അക്ഷരം എടുക്കുമ്പോ ആ അക്ഷരം ഓപ്പൺ ആവും. നമ്മുടെ സച്ചുവേട്ടനെ ഇവിടുന്ന് ഓപ്പൺ ആക്കും. അപ്പൊ ഓപ്പൺ ആവുന്ന ഗെയിം എന്താണോ അതാണ് ഗെയിം. ഏത് അക്ഷരം വേണേലും എടുക്കാം. ഏത് അക്ഷരം എടുക്കാൻ പറ്റില്ല. ബിയും ഡിയും എഫും ഐയും കെയും ഓയും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാർ വന്ന് എടുത്തിട്ട് പോയി. ഓക്കെ, ബിയും ഡിയും എയും ബിയും ഡിയും എഫും ഐയും കെയും ഓയും. എന്നാ ഓ ഇരുന്നോട്ടെ. എന്നാ ഇരിക്കട്ടെ, ഓ ഇരിക്കട്ടെ, അതാണ് നല്ലത്. അത് ആകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. മലയാളത്തിലും ഇംഗ്ലീഷിലും കിടക്കും. അങ്ങനെ പാട്ടുമാലയാണ്. അപ്പൊ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഞാൻ അടുത്ത വാക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. മാക്സിമം ജയിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയാണ്. അതെനിക്കറിയാലോ, എത്രയും മനുഷ്യനെ കറക്കാം. എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. എനിക്ക് പന പോലെ വളരാനാ ആഗ്രഹം അല്ലേ? ടീച്ചറായിരുന്നു നാട്ടില്. ഞാനോ? അല്ല. ഇവിടെയോ? ഇവിടെ ഹൗസ് വൈഫ്. പിള്ളേരെ പഠിപ്പിച്ചിരുന്നോ? ടീച്ചറൊക്കെ ആയിട്ടുണ്ട്. മക്കളെ പഠിപ്പിച്ചിരുന്നോ? അതെ അതെ. അവരുടെ അവസ്ഥ ആലോചിക്കുന്നത്. തല്ലിക്കാണോ അല്ലെ എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ തല്ലുന്ന ടീച്ചറേ അല്ലായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയ ടീച്ചറായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ അമ്മയൊന്നും ഒന്നും പറയത്തില്ലായിരുന്നു. അമ്മയെ ഞാൻ പഠിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്നാ പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട് പാടണമെങ്കിൽ ഞാനൊരു വാക്ക് തരും. ആ വാക്കിൽ ഫസ്റ്റ് തുടങ്ങണം. പിന്നീട് ഞാൻ ഓരോ വാക്കായിട്ട് തരും. ഈ വാക്ക് എവിടെയെങ്കിലും വന്നാൽ മതി. തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പൊ എവിടെയെങ്കിലും വന്നാൽ മതി. 1000 ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ 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 നീ നിനക്ക് എന്നല്ല ആക്കാൻ കുഴപ്പമില്ല. ഓക്കെ. നീ മധു പകരൂ മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. അനുരാഗം അനുരാഗം അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. ചന്ദ്രൻ. അപ്പൊ ചന്ദ്രൻ. ചന്ദ്രൻ 3 പാട്ടല്ലായാലും നിരഞ്ജ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിൽ അലിയുന്ന ജീവരാഗം. ചിരി. ചിരി ചിരി ചിരി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. 5 പാട്ടായി. അപ്പൊ 1000. നേരത്തെ പാടിയത് പാടരുത്, വേറെ പാടണം. 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴു. ലാസ്റ്റ് പാട്ട് ആലുവ. ആലുവ പുഴയുടെ തീരത്ത്. പറയാനോ? ഇത്രയും പാടിയിട്ട് അവസാനം കൊണ്ട് പാട്. ആലുവ പുഴയുടെ തീരത്തൊന്നും പറഞ്ഞില്ലേ? പാട്. പാട്ടുണ്ടോ അങ്ങനെ? ഉണ്ടാക്കാം. പാട്. ടോണ് കിട്ടണം. ആരോ പറഞ്ഞു തന്നതാ അവിടുന്ന്. ഇല്ല. എന്നാ പാട്. സമയം കഴിയുന്നതിന് മുമ്പ് പാട്. ആലുവ. വേറെ ടോണ് പോയി. ആലുവ പുഴയുടെ തീരത്ത്. ഇത് ജയിച്ചിനോ തോച്ചിനോ എന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഞാൻ സച്ചുവിനോട് ചോദിക്കട്ടെ. കാരണം ഇന്ന് നിരഞ്ജനോട് ചോദിക്കുന്നില്ല. നിരഞ്ജൻ എല്ലാരെയും ജയിച്ചോളം പറഞ്ഞു. പാടിയില്ലേ? പാട്ട് പറഞ്ഞില്ലേ? നന്നായിട്ട് പാടിയതുകൊണ്ട് ഒരു നല്ല കയ്യടി കൊടുക്കുന്നു. ജയിപ്പിച്ചു വിടണമെന്ന് സച്ചു സമ്മാനത്തിന് വേണ്ടി ജയിപ്പിച്ചു വിടാൻ വേണ്ടിട്ട് സച്ചുവും നിരഞ്ജനും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ജയിച്ചായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച് അനീഷ ചേച്ചി. താങ്ക് യു. നമ്മുടെ സമയം ഏതാണ്ട് 5 മിനിറ്റ് കൂടി ബാക്കി വെക്കുന്നു. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ആ പെട്ടെന്ന് പോണോ? ആരാ ഇത്? പെട്ടെന്ന് ഔട്ടാവും. അപ്പൊ പറയൂ, അക്ഷരം പറയൂ. ബി. ബിനിതയുടെ ബി. അതാ. ചേച്ചി വന്നില്ലേ? ഇല്ല. പാട്ടുപാടി ഇന്ന് തീരും. പാട്ടുമാല. പാട്ട് പാടിക്കോ. ഞാൻ വാക്ക് തരാം. പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം. കണ്ണ്. കണ്ണും കണ്ണും. പാടലല്ല, പറയലല്ല, പാടൽ. ഇപ്പൊ കണ്ടില്ല? അറിയും പോലെ പാട്. 1000 അങ്ങനെ നല്ലത്. കണ്ണും കണ്ണും 1000 എന്താന്ന് കേട്ടില്ല. 1000 അതെങ്ങനെ പോയി?
അത് ഞാൻ വേറെ പാട്ട് പാടിയതാ. ഓ അങ്ങനെ ഏതാണ് പാടിയത് ഏതാണ് കേക്കട്ടെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു കാത്തിരുന്നു ഞാൻ. കാത്തിരുന്നു. കാത്തിരിപ്പോ? കാത്തിരുന്നു. കാത്തിരുന്നു 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 പുഴ മെലിഞ്ഞു. ഓക്കെ. പുഴയോരത്ത് തോണിയെത്തിയില്ല. പുഴയോരത്ത് പൂന്തോണി എത്തിയില്ല. അപ്പൊ എന്താ കൊടുക്കുമോ നിരഞ്ജ? പുഴയോരത്ത് പുഴ തന്നെ പിന്നെ പുഴയാ? അഗെയിൻ പുഴ. ഈ പാട്ട് പാടരുത്, വേറെ പാടുക്കോ. പുഴ ഇഷ്ടം പോലെ ഉണ്ടാവണ്ട. അരുവി എങ്ങനെയാണ്? അങ്ങനെ പറ്റില്ല. അരുവിയും അതില്ല, പര്യായമില്ല ഇതിനകത്ത്. ഏകദേശം ആ പുഴ എന്നുള്ള പേര് വരണം. പുഴയോ? അയ്യോ, 3 പാട്ട് കഴിഞ്ഞിട്ടുള്ളൂ. 4ാമത്തെ പാട്ടായത്. 4ാമത്തെ പുഴയില്ലേ? പുഴ ഞാൻ തോറ്റു. എത്ര പാട്ടാണ്? ആലുവ പുഴയുടെ തീരത്ത് പുഴയോടഴകുള്ള പെണ്ണ്. ഈ പുഴയും സന്ധ്യകളും. ആ പാട്ട് ഇഷ്ടംപോലെ പുഴയുണ്ടായിരുന്നു. കുഴപ്പമില്ല, തോറ്റു ഒന്നും പെട്ടെന്ന് ഓടി വന്ന് കളിച്ചിട്ട് വിളിക്കാം. ക്ഷീണിച്ചിരിക്കുക. സാരമില്ല. ആ ക്ഷീണത്തിന്റെ പുറത്ത് ആ തോൽവിയും കൂടിയായ എല്ലാ സാരമില്ല, കുഴപ്പമില്ല. അടുത്ത തിങ്കളാഴ്ച നമുക്ക് സെറ്റാക്കാം. അടുത്ത ആള് നോക്കട്ടെ. ഹലോ, ആരാണ്? ബിന്ദു. ബിന്ദു ചേച്ചി, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? സുഖം. ബിന്ദു എന്ന് പേര് കേൾക്കുമ്പോ എന്റെ ഏടത്തിയമ്മയുടെ പേര് ബിന്ദു എന്നാണ്. അതുകൊണ്ട് എനിക്ക് അതെ, എന്റെ ചേട്ടന്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. അപ്പൊ ഞാൻ ബിന്ദുവിനെ പൊതുവെ ബിന്ദു എന്ന് വിളിക്കില്ല, ബിന്ദു എടത്തിമാന്ന് വിളിക്കില്ല, എടത്തിമാന്ന് മാത്രം വിളിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ബിന്ദു ചേച്ചി എന്ന് വിളിക്കാൻ വേണ്ടി എനിക്കൊരു പെങ്ങളും കൂടി ഉണ്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ബിന്ദു എന്ന പേര് അങ്ങനെ കിടക്കട്ടെ. ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ ഇവിടെ ഹൗസ് വൈഫാണ്. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് ഇവിടെ ഒരു ഫോട്ടോകോപ്പിയർ കമ്പനിയിലെ എക്സ്പോർട്ട് മാനേജറാണ്. വലിയ ജോലിയാ. ഒന്നും പറഞ്ഞിട്ട് അക്ഷരം പറഞ്ഞ് നമുക്ക് നോക്കാലോ. അക്ഷരം എക്സ്പോർട്ട് മാനേജർ ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്പോർട്ട് ചെയ്തോ? എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയൊക്കെ കാണിച്ചിരുന്നുണ്ടോ? UK, US, കാനഡ? ഇല്ല, അങ്ങനൊന്നും പോയിട്ടില്ല. അതൊക്കെ പറയണം ഇടക്ക്. പുള്ളിക്കാരൻ പോവാറുണ്ട്. അങ്ങനെയല്ല, ഇടക്ക് ഫ്രീ കിട്ടുമ്പോ പറയണം, നമ്മളെയും കൊണ്ടൊക്കെ പോണ്ടേ. അത് അനീഷാക്കിയാറൊക്കെ പോവാറുള്ളത്. അത് വെറുതെയാണ്, തട്ടിപ്പാണ്. ഞാനും പോണല്ലേ ഇങ്ങനെ. കൂടുതലും അവർക്ക് ചാൻസ് ഉണ്ട്, പിന്നെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട് കൂട്ടാണ്ട് പോകുന്ന. നമുക്കും ഉണ്ടല്ലോ ഒരു ആഗ്രഹം. അക്ഷരം പറ. അക്ഷരം ഡി. ദുബായിയുടെ ഡി. എത്ര വർഷമായിട്ടുണ്ടാവും ഗൾഫ് ജീവിതം? 17 വർഷം കഴിഞ്ഞു. 17. കഥ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ കഥ പറയും, അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. സിനിമ പൊതുവെ എങ്ങനെയാ? പുതിയ സിനിമ, പഴയ സിനിമ, എങ്ങനത്തെ സിനിമയാ കാണുന്നത്? പൊതുവെ തമാശ സിനിമ എന്താ കാണുന്നത്? തമാശ സിനിമ കാണാറുണ്ട്. തമാശ സിനിമയൊക്കെ കാണും അല്ലേ? തമാശ സിനിമയാണ് ഇഷ്ടം. ന്യൂജൻ സിനിമയോട് താല്പര്യമില്ല. ന്യൂജൻ എന്നാലും തമാശയാണെങ്കിൽ ന്യൂജൻ ആണെങ്കിലും കാണാലോ. കാണാം, പക്ഷെ എന്നാലും കൂടുതലും പഴയതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും പഴയത് എനിക്ക് കിട്ടൂല്ലോ, അതല്ലേ പ്രശ്നം. അപ്പൊ ഞാൻ ഏകദേശം വെച്ചിട്ട് മീഡിയം പോരട്ടെ. അപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഇവരൊരു 3 മക്കളാണ്. 3 മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് ചേട്ടന്റെ മകൻ, ഒരാള് അനിയത്തിയുടെ മകൻ, ഒരാള് ചേച്ചിയുടെ മകൻ, അങ്ങനെ 3 കസിൻസിന്റെ മക്കളാണ്. ഇവർ 3 പേരും ഒരു വലിയ വീട്ടിലാണ് ജനിച്ചത്. പക്ഷെങ്കിൽ അവരുടെ എല്ലാം കയ്യിലിരിപ്പ്, അവരുടെ അച്ഛനമ്മമാരുടെ കയ്യിലിരിപ്പൊക്കെ കാരണം ഈ വീടും പറമ്പൊക്കെ അങ്ങനെ ഒരു വഴിയാധാരമാവുന്ന രീതിയിലാണ്. ഒരു ബ്ലേഡിന് കാശൊക്കെ എടുത്ത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇവര് ആകെ പ്രശ്നത്തിലാണ് ഇവര് ഫാമിലി. അങ്ങനെ ഇരിക്കെ ഇവര് എങ്ങനെയെങ്കിലും പൈസക്കാരനാവണമെന്നും പറഞ്ഞിട്ട് ഓരോരാളും ഓരോ രീതിയിൽ പോവാണ്. പക്ഷെ ഇവര് പരസ്പരം ഒടുക്കത്തെ പാരയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ മറ്റൊരാൾക്ക് പാരപണിയുന്നു, മറ്റൊരാൾ ഇയാൾക്ക് പാരപണിയുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാരയാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലൊക്കെ വിൻ ചെയ്യാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അവസാനം ഇവരെ വെച്ചിട്ടൊരു ചെറിയൊരു TV പരിപാടി ചെയ്യുകയും അതിൻ്റെ ഇടയിൽ കൂടി അവർ ജയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ശരിക്കും അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഇവരുടെ തന്നെ റിലേറ്റീവിലുള്ള വേറൊരാളുണ്ട്. അയാൾ ഇവരെ തുരത്താൻ വേണ്ടിയിട്ട് അയാളും ശ്രമിക്കുന്നുണ്ട്. ഇവർ 3 പേരും വേറെ 3 പെൺകുട്ടികളെ പ്രേമിക്കുന്നതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്.
അതിനുശേഷം ഇവരെ വീട്ടിലുള്ള ആധാരം എടുക്കാൻ വേണ്ടി വേറൊരാളെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആധാരം എടുക്കേണ്ട വീട്ടിലുള്ള ആളെ 3 പെമ്മക്കളെയാണ് ഇവർ പ്രേമിക്കുന്നത്. കിട്ടിയോ? അയ്യോ കിട്ടിയില്ലല്ലോ. നല്ല സിനിമയാ, ചിരിച്ച് മരിക്കും നമ്മള്. ഇതിനേക്കാളും നല്ല ചിരിയുള്ള സിനിമ വേറെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാ ഫാമിലിയാണോ? ഫാമിലിയാണ്. ഇവർ 3 പേരും ഫാമിലിയാണല്ലോ. ഇവർക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഫാമിലി ഇല്ല, പക്ഷെ ഇവർ അച്ഛനമ്മമാരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. അവരിങ്ങനെ ഈ 3 പേരും എന്നും അടിയാണ്, ചെറുപ്പം മുതലേ അടിയാണ്. അങ്ങനെ ജോത്സ്യനൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ ജോത്സ്യം പറയും ഇവർ ഒരു 20 വയസ്സാകുന്നതോടുകൂടി ഇവർ അടി തീരും. അപ്പൊ 20 വയസ്സിൽ തീരുന്നില്ല, പിന്നെയും നോക്കും, പിന്നെയും തീരൂല. ഞാൻ സിനിമയുടെ പേരാ ചോദിച്ചാ ഫാമിലി. അയ്യോ അല്ലല്ല, ഇത് പിന്നെ 3 കിങ്സ് എന്ന് പറയുന്ന സിനിമ. 3 കിങ്സ് എന്ന് പറയുന്ന സിനിമയാണ്. കേട്ടിട്ട് പോലുമില്ല. നല്ല സിനിമ കേട്ടോ, അത് കാണേണ്ട സിനിമയാണ്. കുഞ്ചാക്കോവനും ജയസൂര്യയും ഇന്ദ്രജിത്തും തകർത്ത് അഭിനയിച്ച സിനിമയാണ്. ഇതിനകത്ത് കുഞ്ചാക്കോവന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നിരഞ്ജന്റെ അമ്മയാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇനി പെട്ടെന്ന് പോയിട്ടൊന്ന് വന്നിട്ട് ആ നെറുക്കെടുത്തിട്ട് ആ സമ്മാനങ്ങളൊക്കെ ഒന്ന് തരാം കേട്ടോ. ഒരു ലാസ്റ്റ് കോൾ കൂടി നോക്കാം. ഹലോ, നമസ്കാരം. ആരാ? സജിത്ത്, ഒരൊറ്റ അക്ഷരം എടുക്ക്, പെട്ടെന്ന് എടുക്ക്, ഒറ്റ അക്ഷരം ഉള്ളൂ. സജിത്ത് എന്താ ചെയ്യുന്നേ? ഞാൻ IT ആണ്. IT. ഓക്കെ, ആ കാപ്പയാണ്. ആ കാപ്പയിൽ ഏത് അക്ഷരം എടുക്കുന്നേ? ആക്കാപ്പയില് ആ എന്ന അക്ഷരം എടുക്കുന്നു. പറയരുത് കേട്ടോ. 3 വാക്കേ ഉള്ളൂ. കേട്ടോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. സജിത്ത്, നാട്ടിലെവിടെയാ? കണ്ണൂർ. സ്ഥലം കണ്ണൂര്. കണ്ണൂര് അതേ എന്ന് പറഞ്ഞിട്ട് അതേല് ഉണ്ടേ. ഔട്ടായി. താങ്ക് യു സോ മച്ച്. എന്തൊരു സങ്കടം പോലെ. ഒന്ന് ചിരിച്ചിട്ട് പോയിക്കോ. ഒന്ന് ചിരിച്ചിട്ട് പോന്നു. ചിരിച്ചിട്ടില്ല. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. തിരിച്ചു വന്നിട്ട് ഞാൻ ആർക്കൊക്കെ ഏതൊക്കെ സമ്മാനം വീതിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ബ്രേക്ക്. ഇന്ന് കുറഞ്ഞ ആൾക്കാർ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമായിരുന്നു, പക്ഷേ ഇന്ന് കൂടുതൽ ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ എന്നെ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. ഞാൻ ഇന്ന് മുങ്ങിയാൽ പിന്നെ തിങ്കളാഴ്ച. കാലിക്കറ്റ് ജംഗ്ഷന്റെ സമ്മാനം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. ആർക്കാ കിട്ടിയത്? തസ്മില്ല അല്ലേ? അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത്, ഇത് ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുക്കുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ വിന്നറാണ്. ദിസ് ഈസ് അമൻ. സമ്മാനം കിട്ടിയിരിക്കുന്നത് അമൽ എന്നാണ് പേര് കേട്ടോ. അമലാണ്. അമലിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ക്രോക്കഡൈൽ പാർക്ക്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ 800-825-825 വിളിച്ചിട്ട് സംസാരിക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ തരുന്നത് ഇന്ത്യൻ 2 കാണാനുള്ള 2 പേർക്ക് കൊടുക്കും. ഒരാൾക്കുള്ള സമ്മാനം ഇത് ആരാണ്? അങ്കിതക്ക് ഞാൻ ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ടിക്കറ്റ്, 2 പേർക്ക് പോകാനുള്ള ടിക്കറ്റ് ഞാൻ അങ്കിതക്ക് തന്നിട്ടുണ്ട്. ഇനി 800-825-825 വിളിച്ചിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കണം. ഷോർട്ട് ടൈം, ഷോർട്ട് ഡേറ്റ് ഒക്കെ ചോദിക്കണം. ഇത് വീണ്ടും ഇന്ത്യൻ 2 കൊടുക്കുന്നു. നിരഞ്ജൻ ഒന്നും കൂടി കൊടുക്കാമല്ലോ അല്ലേ? ഇതാരാണ്? ഇതെന്താ പേര്? അല്ല, കാണുന്നില്ല. ഇതെന്താ ഇത്? നിഷ എന്ന് എഴുതിയിരിക്കുന്നത്. നിഷ എന്ന് എഴുതിയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അനീഷക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇത് നിഷ എന്ന് കണ്ടിട്ട് നിഷ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ച് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ളവർ 800-825-825 വിളിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കാണ് കേൾക്കില്ല. ഇല്ല. അപ്പൊ ഇനി ബാക്കിയുള്ള ആൾക്കാർ 800-825-825 വിളിച്ചിട്ട് നിങ്ങളുടെ സമ്മാനം കളക്ട് ചെയ്യുക. വീണ്ടും തിങ്കളാഴ്ച കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ വിത്ത് മീ നിഷാദിക, നിരഞ്ജൻ ആൻഡ് സച്ചു ബയൻ റാഫി. ഗുഡ് നൈറ്റ്.